ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 4-ാം സങ്കീർത്തനം 7-ാം വാക്യം. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. സങ്കീർത്തകൻ വലിയൊരു സത്യം നമുക്ക് പറഞ്ഞു തരികയാണ്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ ലോക ജീവിതത്തിൽ വളരെയധികം മനുഷ്യർ സന്തോഷം കണ്ടെത്താനും ആനന്ദം കണ്ടെത്താനും പരിശ്രമിക്കുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. എന്നാൽ പിന്നീട് അത് ശരിയായ ആനന്ദമല്ല എന്നും അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആനന്ദമല്ല എന്നും തിരിച്ചറിയുന്ന അനേകരുമുണ്ട്. ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, ധാന്യം, വീഞ്ഞ്, അതിൻ്റെ സമൃദ്ധി. അപ്പം ധാന്യം, വീഞ്ഞ് എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ നേട്ടങ്ങളാണ് സങ്കീർത്തകൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കരുതി വയ്ക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ സന്തോഷിക്കുവാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ, ശരീരത്തിൻ്റെ സന്തോഷങ്ങളാകട്ടെ, ലോകത്തിൻ്റെതായ സന്തോഷങ്ങളാകട്ടെ. അപ്പോൾ ധാന്യം, വീഞ്ഞ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ ഒരുപക്ഷെ സങ്കീർത്തകൻ്റെ ജീവിതത്തിൽ ഈ ധാന്യവും അല്ലെങ്കിൽ ഈ വീഞ്ഞും സമൃദ്ധമായിട്ട് മറ്റുള്ളവർക്കുണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെയൊക്കെ ജീവിച്ചപ്പോൾ സങ്കീർത്തകന് തോന്നിയ ഒരു കാര്യമായിരിക്കാം. എന്ന് തന്നെയാണെങ്കിലും സങ്കീർത്തകൻ പറയാണ്, അതിനേക്കാൾ വലിയ ആനന്ദമാണ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവം നിക്ഷേപിച്ചത്. അപ്പോൾ സ്നേഹമുള്ളവരെ, സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം ഇതാണ്. ഏറ്റവും വലിയ ആനന്ദം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് കുറേ ഇങ്ങനെ നേടുന്നതിലൂടെ, കരുതി വയ്ക്കുന്നതിലൂടെ, നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതിലൂടെ അല്ല. അതിനേക്കാൾ ഉപരി ഒരു ബന്ധത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ശരിയായ ആനന്ദം നിറയുന്നത്. ആ ആനന്ദം എനിക്ക് എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന, എൻ്റെ ആത്മാവിലുണ്ടാകുന്ന ആനന്ദമാണത്. അത് ദൈവം നിക്ഷേപിക്കുന്ന ആനന്ദമാണത്. ഈ ബന്ധത്തിലൂടെ ദൈവം തരുന്ന ആനന്ദമാണ് അതെന്ന് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്നേഹമുള്ളവരെ, അതുതന്നെയാണ് ലോകവസ്തുക്കളുടെ പുറകെയും ലോകത്തിലെ സന്തോഷങ്ങളുടെ പുറകെയും ലോകത്തിലെ നേട്ടങ്ങളുടെ പുറകെയും ഒക്കെ വർഷങ്ങളോളം ഓടി നടന്നവർ പിന്നീട് പറഞ്ഞിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണത്. പക്ഷേ ലോകത്തിൽ ജീവിക്കാൻ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം എന്നുള്ള കാര്യവും നമുക്ക് അവഗണിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ അതിനേക്കാൾ വലിയൊരു ആനന്ദമാണ് ദൈവം തരുന്നത് എന്ന വലിയ സത്യം വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലൊരു പുസ്തകം വായിച്ചപ്പോൾ മാൾട്ടായിൽ നിന്നുള്ള ഒരു പെൺകുട്ടി മദർ തെരേസയുടെ സഭയിൽ ചേരുവാനായിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മദറിൻ്റെ അടുത്ത് വന്ന് ഈ പെൺകുട്ടി സംസാരിച്ചപ്പോൾ മദർ ഇവളെ പറഞ്ഞയച്ചത് മദർ തെരേസ നോക്കിക്കൊണ്ടിരുന്ന മരണാസന്നർക്ക് വേണ്ടിയുള്ള ഒരു ഭവനമുണ്ടായിരുന്നു, ഹോം ഫോർ ഡൈയിങ്. അങ്ങനെ മരണാസന്നർക്ക് വേണ്ടിയുള്ള ആ ഭവനത്തിലേക്കാണ് ആദ്യ ദിവസം ഈ മാൾട്ടക്കാരിയായ പെൺകുട്ടിയെ മദർ തെരേസ അയച്ചത്. ആ പെൺകുട്ടി അവിടേക്ക് പോയി. അതിനുശേഷം 4-5 മണിക്കൂറുകൾക്ക് ശേഷം മദറിൻ്റെ അരികിലേക്ക് വളരെ സന്തോഷത്തോടെ ഈ മാൾട്ടക്കാരി പെൺകുട്ടി തിരിച്ചെത്തുകയാണ്. അപ്പോൾ മദർ ആ പെൺകുട്ടിയോട്, ഈ മാൾട്ടക്കാരിയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷം? എന്താണ് നിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും സന്തോഷം കടന്നു വന്ന കാര്യം? അപ്പോൾ ആ പെൺകുട്ടി മദർ തെരേസയോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നു, ഒരു മനുഷ്യൻ എൻ്റെ കരങ്ങളിൽ കിടന്നാണ്, ഏതാനും മണിക്കൂറുകൾ കിടന്നാണ് മരിച്ചത്. അദ്ദേഹം എൻ്റെ കരങ്ങളിൽ കിടന്ന ആ 3 മണിക്കൂർ എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ എൻ്റെ കരങ്ങളിൽ കിടന്നതുപോലെയുള്ളൊരു അനുഭവമാണ് ലഭിച്ചത്.
വലിയൊരു ആനന്ദം കൊണ്ട് ഞാൻ ആ 3 മണിക്കൂർ നിറയുകയുണ്ടായി. ആ വ്യക്തി എൻ്റെ കരങ്ങളിൽ കിടന്ന് ആണ് മരിച്ചത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, ശരീരത്തിൽ വ്രണങ്ങളും പുഴുക്കളും ഒക്കെ അരിക്കുന്ന മരണാസന്നനായ ഒരു രോഗിയെ കരങ്ങളിലെടുത്ത് പിടിച്ച് അവസാന മണിക്കൂറുകളിൽ ആ മനുഷ്യന് ശുശ്രൂഷ നൽകുമ്പോൾ ഈ പെൺകുട്ടി, മാൾട്ടക്കാരി പെൺകുട്ടി, അവൾ അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വന്ന ദുർഗന്ധമോ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ വ്രണങ്ങളിലൂടെ പോകുന്ന പുഴുക്കളെയല്ല അവൾക്ക് അനുഭവമായി മാറിയത്. അവളുടെ കയ്യിൽ 3 മണിക്കൂർ ഈശോ കിടക്കുന്ന അനുഭവമാണ് അവൾക്ക് ദൈവം കൊടുത്തത്. അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ ലഭിക്കുക. അപ്പോൾ ഈ മാൾട്ടക്കാരി പെൺകുട്ടി ഇത്രയും സന്തോഷത്തോടെ മദറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഈശോ എൻ്റെ കരങ്ങളിൽ ഈ 3 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ആനന്ദം എന്ന് പറയുന്നത് അത് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമല്ല. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദമാണ്. അപ്പോൾ ഈ മാൾട്ടക്കാരി പെൺകുട്ടി ആദ്യമായിട്ട് മഠത്തിൽ നിന്ന് അവൾക്ക് കിട്ടിയ അനുഭവവും ഈശോ കൊടുത്ത ആനന്ദവും അത് തന്നെയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് തന്നെയാണ് കർത്താവ് വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ അതിലൂടെ വചനം എന്താ പറയുന്നത്? ധാന്യം നമ്മുടെ അറപ്പുരകൾ ശേഖരിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സന്തോഷം, വീഞ്ഞ് കുപ്പിക്കണക്കിന് ശേഖരിച്ചു വയ്ക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കാത്ത സന്തോഷം, അതിനേക്കാൾ ഉപരിയായൊരു സന്തോഷം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തപ്പോഴാണ്. അത് ദൈവത്തിന് മാത്രമാണ് ഈ ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ സാധിക്കുക. അതാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 42-ാം തിരുവചനം, ഈശോ മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലാണ്. അപ്പോൾ മർത്ത പരാതിയുമായിട്ട് ഈശോയുടെ അരികിലേക്ക് വന്നു. തൻ്റെ സഹോദരി തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ തനിയെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി വളരെ മനോഹരമായൊരു മറുപടിയാണ്. ഈശോ വളരെ സ്നേഹത്തോടെ അവൾ പറഞ്ഞ കാര്യത്തിന്, പരാതിക്ക് ഈശോ അവളെ വേദനിപ്പിക്കാതെ തന്നെ ഈശോ അവൾക്ക് മറുപടി കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 10:42 നമ്മൾ വായിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. എന്നിട്ട് കർത്താവ് മർത്തായോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? നിനക്കിത് സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അതിന് ഈശോ മർത്തായോട് പറഞ്ഞ കാര്യം എന്താണ്? മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും വ്യാകുല ചിത്തയും ഉത്കണ്ഠാകുലയും ആകുലയുമാണ്, ഒന്ന് മാത്രമാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഈശോ മർത്താക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്. നമ്മളിങ്ങനെ പലവിധത്തിലുള്ള കാര്യങ്ങളാൽ ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും ഒക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മറിയത്തെ പോലെ ദൈവത്തോടുള്ള ബന്ധത്തിന്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾക്ക് ഏറ്റവും വില കൽപ്പിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് കർത്താവ് സ്നേഹത്തോടെ മർത്തയെ തിരുത്തുകയാണ്. മറിയം തിരഞ്ഞെടുത്തതാണ് ഏറ്റവും നല്ലത്. അവൾ തിരഞ്ഞെടുത്ത കാര്യം ഏറ്റവും നല്ലതായത് അവളുടെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയമാണ്. അവളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായത് അതാണ്, ഏറ്റവും അവൾക്ക് അനുഗ്രഹീതമായതെന്ന് അവൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവകൃപ നിറയുവാൻ, ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ ഉള്ള കൃപ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തക വായനയിലൂടെ അവൾ അതിൽ കൊടുത്തിരുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുക. ദൈവത്തെ തേടുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏകാഗ്രതയെ, ദൈവത്തെ മാത്രം മനസ്സിൽ കണ്ട് മുമ്പോട്ട് പോകേണ്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നായ്ക്കൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കും. പോലീസ് നായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലും മറ്റ് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പോലീസ് നായകൾ അവിടെ ഇങ്ങനെ പോകുന്ന കാണാം. ബോംബ് സ്ക്വാഡിൻ്റെ കൂടെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ നായകൾക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മരിച്ചവരുടെ ശരീരങ്ങൾ കണ്ടെത്താനും ഒക്കെ പോലീസ് നായ്ക്കൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, ആ നായ്ക്കൾക്കൊരു പരിശീലനം കൊടുക്കുന്നുണ്ട്. ചില വസ്തുക്കൾ ഒന്ന് മണപ്പിച്ചു കഴിഞ്ഞാൽ, ആ മണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നായ്ക്കൾ
ആ മണത്തിൻ്റെ ഉറവിടത്തിലേക്ക് പായുകയാണ്. അപ്പോൾ ഈ നായുടെ ഒരു പ്രത്യേകത ഇതാണ്, ഈ മണം അതിന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വസ്ത്രം മണപ്പിച്ചോ ഒരു തുണി മണപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് അതിൻ്റെ ഉറവിടത്തിലേക്ക് അത് തലങ്ങും വിലങ്ങും നോക്കാതെ പായുകയാണ്. അപ്പോൾ പിന്നീട് അത് മുമ്പോട്ട് പോകുമ്പോൾ അതെടുത്തും വലത്തും ഒന്നും നോക്കുന്നില്ല. ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിന് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കിടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിന് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാകാം, അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഒത്തിരിയേറെ നല്ല കാഴ്ചകളുണ്ടാകാം. അതിലേക്കൊന്നും ഈ നായ് ശ്രദ്ധിക്കുന്നില്ല. നായ് ഈ മണത്തിൻ്റെ ഉറവിടം അത് മുമ്പോട്ട് പായുകയാണ്. ആ മുമ്പിൽ വാഹനങ്ങൾ വരട്ടെ, ട്രെയിൻ പോലും വരട്ടെ, ഈ നായ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് അതിൻ്റെ ആ മണത്തിൻ്റെ, അതിന് കിട്ടിയ സ്മെല്ലിൻ്റെ ഉറവിടത്തിലേക്ക് പായുന്നു. അതിൻ്റെ ഉറവിടം കണ്ടെത്തുമ്പോൾ അത് നിൽക്കുന്നു. അപ്പോഴാണ് അതിന് ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ നായുടെ പ്രത്യേകത എന്താണ്? ആ മണം, ആ സ്മെല്ല് കിട്ടിക്കഴിയുമ്പോൾ എത്ര ഏകാഗ്രതയോടുകൂടെയാണ് ആ മണം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, ഇതിനിടയിൽ ഈ യാത്രയിൽ വേറെ പല മണങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ആ പട്ടിയെ, നായിയെ ബാധിക്കാത്ത വിധത്തിൽ അത് ഏകാഗ്രതയോടുകൂടി ലക്ഷ്യം മുൻനിർത്തി അങ്ങ് മുമ്പോട്ട് പായുകയാണ്. അങ്ങനെ അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ്. ഒരുപക്ഷെ ദൈവത്തെ തേടുന്ന വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഏകാഗ്രതയാണ്. അതെ, ഒരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ, ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം വന്നു കഴിയുമ്പോൾ, വിശ്വാസം വന്നു കഴിയുമ്പോൾ, നമ്മുടെ ചുറ്റും പലതുമുണ്ടാകാം, പല കാഴ്ചകളുണ്ടാകാം, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുണ്ടാകാം, നമുക്കിഷ്ടപ്പെട്ട പലതും ഉണ്ടാകാം. പക്ഷേ എൻ്റെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് മുൻനിർത്തി മുമ്പോട്ട് പായാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആഴമായ ദൈവാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. അത് സങ്കീർത്തകന് ലഭിച്ചിരുന്നു. സങ്കീർത്തകൻ അങ്ങനെ ദൈവത്തെ തേടിയപ്പോൾ സങ്കീർത്തകൻ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. സ്നേഹമുള്ളവരെ, ആ ആനന്ദം നമുക്കും വേണം. ധാന്യത്തിനും വീഞ്ഞിനും തരാൻ സാധിക്കാത്ത ആനന്ദം, സ്വർണത്തിനും ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും തരാനാകാത്ത ആ വലിയൊരു ആനന്ദം, അത് നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ മറിയം തിരഞ്ഞെടുത്തതുപോലെ മറ്റെല്ലാം മാറ്റിവെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം എല്ലാവരെയും ആരാധനയിലൂടെ സൗഖ്യത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന അപ്പം, ജീവൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വർഷിക്കുന്ന ജീവൻ്റെ അപ്പം, നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും തകർച്ചകളും നമുക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന ജീവൻ്റെ അപ്പത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അതേ ധാന്യങ്ങൾക്കും നമ്മുടെ ഭവനങ്ങളിൽ കൂമ്പാരമായി സൂക്ഷിച്ചിരിക്കുന്ന ധാന്യങ്ങൾക്കും വളരെയധികമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വീഞ്ഞിനും നമുക്ക് നൽകാൻ സാധിക്കുന്നതിനേക്കാളും വലിയ ആനന്ദം എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുവെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അതേ, ഈ ധാന്യവും വീഞ്ഞും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും ലോകത്തിൻ്റെതായ നേട്ടങ്ങളും ലോകത്തിൽ നമ്മൾ വെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, അതിനൊന്നും നൽകാനാകാത്തൊരാനന്ദമുണ്ട്. അത് ദൈവം ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ആനന്ദമാണ്. അതേ സ്നേഹമുള്ളവരെ, ആനന്ദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, നമ്മൾ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്ത മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ അതാണ് മനസ്സിലാക്കുന്നത്. ഈശോ അതാണ് നമുക്ക് പറഞ്ഞു തന്നത്. സ്നേഹമുള്ളവരെ, ആ മാൾട്ടായിൽ നിന്ന് വന്ന പെൺകുട്ടി മദർ തെരേസായുടെ അരികിൽ സന്തോഷത്തോടെ വന്ന് പറഞ്ഞ ആനന്ദം, അതെ, തെരുവിൽ കിടന്നിരുന്ന രോഗിയായ പുഴുവരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അന്ത്യനിമിഷങ്ങൾ തൻ്റെ കരങ്ങളിൽ കിടന്ന ആ മനുഷ്യൻ അന്ത്യശ്വാസം വലിച്ചപ്പോൾ എൻ്റെ കരങ്ങളിൽ കിടന്നിരുന്നത് ഈശോയാണെന്നുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു. ആ ഒരു വലിയ ബോധ്യം എനിക്ക് ലഭിച്ചു. ഈശോ എൻ്റെ കരങ്ങളിൽ കിടന്ന് മരിക്കുന്ന ആ വലിയ ഒരു അനുഗ്രഹം, അഭിഷേകം എനിക്ക് ലഭിച്ചു. വലിയൊരു ആനന്ദം എൻ്റെ മനസ്സിലുണ്ടായി. അതേ സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലെ കാഴ്ചകൾക്കും ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും നൽകാനാകാത്തൊരാനന്ദം, ദൈവം തരുന്ന ആനന്ദം, അതാണ് സങ്കീർത്തകൻ പറയുന്നത്. അതിനുവേണ്ടി നമ്മളും കൊതിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അതെ, അത് ലഭിക്കുവാൻ, ആ ആനന്ദം കൊണ്ട് നമ്മുടെ ജീവിതം നിറയുവാൻ, നമ്മുടെ കുടുംബം നിറയുവാൻ, നമ്മുടെ മക്കൾ നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളിലേക്കും സൗഖ്യം നൽകണമേ. കർത്താവേ, എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ ശക്തി കടന്നു വരട്ടെ. എല്ലാവരും ആത്മീയ ആനന്ദം കൊണ്ട് നിറയട്ടെ. സങ്കടവും നിരാശയും വിട്ടു പോകട്ടെ. പ്രത്യാശ നിറയട്ടെ. വലിയ അഭിഷേകം കൊണ്ട് നിറയട്ടെ.
കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാം സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. രോഗങ്ങൾ സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. തകർച്ചകൾ സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ കർത്താവേ. എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും ഈശോയുടെ ശക്തി കടന്നു വരട്ടെ. അഭിഷേകം ഒഴുകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധി നിന്ന് ലഭിക്കാത്ത ആനന്ദം, കർത്താവെ, അങ്ങയോടുള്ള ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.